Hi friends, welcome back to my channel Simply You Can. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ നമ്മൾ കേടായിട്ടൊക്കെ കളയുന്ന ചാർജറുകൾ ഉണ്ടല്ലോ അത് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ടിവിക്കൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന കേബിൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാൾ ഡെക്കർ ആണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് കേബിൾ വയർ ആണ് കേട്ടോ. അപ്പോൾ ഒരേ സൈസിൽ ഉള്ളത് എൻ്റെ അടുത്ത് കൂടുതൽ കേബിൾ വയർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കേബിൾ വയർ ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഒരു വൈറ്റ് ഭാഗവും വരുന്നുണ്ട്, പുറത്ത് ഒരു ബ്ലാക്ക് കവറും വരുന്നുണ്ട്. അപ്പോൾ ആ കവർ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ വൈറ്റ് ഭാഗം വരുന്ന പോർഷനാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള 16 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ സൈസിലുള്ള 8 പീസും അതിനേക്കാളും കുറച്ചുകൂടെ സൈസ് കൂടിയ 8 പീസുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ റൗണ്ട് ഷേപ്പിലുള്ള 2 കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കണ്ണാടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കാർഡ്ബോർഡ് കട്ട് ചെയ്യുമ്പോൾ കണ്ണാടീൻ്റെ സൈസ് എത്രയാണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ കണ്ണാടീനേക്കാളും 1 സെൻറ്റിമീറ്റർ കൂടുതലാക്കിയിട്ടാണ് കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഓരോ വയറിൻ്റെ പീസും ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ പോലെ കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പം ഇതുപോലെ കുറച്ച് നന്നായിട്ട് ഒട്ടുന്ന ഏത് ഗ്ലൂ ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന മിററിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ വയറുകളുടെ എണ്ണം കൂട്ടി കുറയ്ക്കൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ സൈസ് മിറർ എടുക്കണമെന്ന് വെച്ചാൽ കൂടുതൽ വയറുകൾ പെറ്റൽ പോലെ വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് കാർഡ്ബോർഡിൽ വെച്ച് നോക്കുക എത്ര പീസ് വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് നമുക്ക് മറ്റേ കാർഡ്ബോർഡ് പീസും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലുള്ള കുറച്ച് ചെറിയ പീസുകളൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ആ പെറ്റൽസിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ അങ്ങനെ വെച്ച് കൊടുക്കാം. ഇതാ ഞാൻ മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ മിററിനെയും കൂടെ കാർഡ്ബോർഡ് ഷീറ്റിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതുപോലത്തെ വലിയ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ മിററിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കാം. ഇതാ ഇതുപോലെ ആ 2 പീസും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഒട്ടിച്ചിരുന്ന കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ സൈഡെല്ലാം ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ ആ ഭാഗമൊക്കെ ഇങ്ങനെ ഹോളായിട്ട് ഇങ്ങനെ വൃത്തിയില്ലാണ്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഓരോ പെറ്റലിൻ്റെ സെൻറ്ററിലും വെച്ച് കൊടുത്തിട്ടുള്ള ആ പീസിൽ ഓരോ ബീഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ റൗണ്ട് ഷേപ്പിലുള്ള ബീഡ് ഉണ്ടെങ്കിൽ നിങ്ങളത് എടുത്തോളൂ. എൻ്റെ കയ്യിലപ്പോൾ ബീഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്യുന്ന പാലറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ടിയുള്ള പാലറ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി, അല്ലെങ്കിൽ സിലിക്കൺ മോൾഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇല്ലാത്തവർ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് അതിൽ ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. റൗണ്ട് ഷേപ്പിൽ ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് ഡ്രൈ ആവാൻ നിൽക്കരുത്. അതിൻ്റെ മുന്നേ തന്നെ അതിൽ കുറച്ച് ഗ്ലിറ്റർ പൗഡർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം അത് പറിച്ചെടുത്താൽ മതി.
ഇതിപ്പോൾ നമുക്ക് ബീഡൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. പക്ഷേ നിങ്ങളടുത്ത് കടയിൽ നിന്ന് വാങ്ങിച്ച ബീഡ് ഉണ്ടെങ്കിൽ അതന്നെ ഉപയോഗിച്ചോളൂ കേട്ടോ, അതായിരിക്കും ഒന്നുകൂടെ ഭംഗി ഉണ്ടാവുക. ഇപ്പോൾ ദാ അത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ ഇങ്ങനെ അടർത്തിയെടുത്താൽ ഒരു ബീഡിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് വേണമെങ്കിൽ ഒന്ന് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ട ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തും കൂടെ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ പെയിൻറ്റ് പാലറ്റിൽ അപ്ലൈ ചെയ്ത് വെച്ചിരുന്ന ഗ്ലൂ ഡ്രൈ ആയിട്ടുണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ അതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോഴേക്കും ഞാൻ ഇതിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതിന് ബ്ലാക്ക് കളർ പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പെയിൻറ്റ് ചെയ്യണം എന്നുള്ളത് ഓപ്ഷനാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ വൈറ്റ് കളറിൽ തന്നെ വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മളെ ബീഡ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെയിൻറ്റ് പാലറ്റിൽ ഒരിത്തിരി ഗ്ലിറ്റർ പൗഡറും കൂടെ ഇട്ടിട്ട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതാ ഇതുപോലെയാണ് അത് കിട്ടിയിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ഗ്ലൂ ഒരിത്തിരിയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിൽ കുറച്ചും കൂടെ ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അതിനെ പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് ഉപയോഗിച്ചാണ് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോ ബീഡും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടൈപ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ജൂട്ട് ത്രെഡ് എന്തെങ്കിലും ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു ക്ലിപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ട്രൈ ചെയ്തുകൊണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരണേ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ ആർട്ട്, വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് ആഴ്ചയിൽ 3 ദിവസമാണ്. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ ഇന്ത്യൻ സമയം 4 മണിക്കാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.